ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എഡിറ്റിംഗ് പ്ലസ് ഗെയിമിംഗ് പി സി ബിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് കുറേ ദിവസമായി ഒരു ഗെയിമിംഗ് പി സി ബിൽഡ് വീഡിയോ ഇട്ടിട്ട്. ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസർ എന്ന് വെച്ചാൽ ഇൻറ്റൽ കോർ i3 10th Gen ആണ്. ഇതിൻ്റെ ഇതൊരു F സീരീസ് പ്രോസറാണ്. നിങ്ങൾക്ക് 4 കോറും 8 ത്രെഡ്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 4.3 GHz സ്പീഡും പിന്നെ 6 MB ക്യാഷ് മെമ്മറി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്ന അറൗണ്ട് ഒരു 8,000 ആണ്. 8,000 വാല്യൂ ഫോർ മണിയാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് വെച്ചാൽ MSIയുടെ H410M ആണ്. അതിൻ്റെ പ്രോ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൽ 10th Gen എല്ലാ ഇൻറ്റൽ പ്രോസറും സപ്പോർട്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ 3.2 USB Gen 1 പോർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് HDMI VGA അതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് റാം സപ്പോർട്ട് വരുന്നത് 266 MHz ആണ്. DDR4ന് 266 MHz. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആസ് യൂസ്വൽ എല്ലാ മദർ ബോർഡ്സിലുള്ള പോലെ മിക്ക മദർ ബോർഡ്സിലുള്ള പോലെ 2 സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5,800 ആണ്. കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ പ്രൈസ് 4,800 ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന റാം എന്ന് വെച്ചാൽ ക്രൂഷ്യലിൻ്റെ 8GB DDR4 266 MHz ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 16GB ആയിട്ട് ആഡ് ചെയ്യാം. 2 8GBയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 16 ഇട്ട് 32GB ആക്കാം. ഇതിൻ്റെ ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസ് എന്ന് വെച്ചാൽ 2,500 ആണ്. നിങ്ങൾക്ക് ഒരു 2,000 to 3,000 ഫ്യൂച്ചറിലും കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലൊരു ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് വെച്ചാൽ സൊട്ടാക്കിൻ്റെ Geforce GTX 1650 ആണ്. 4GB GDDR 6 ഗ്രാഫിക്സ് കാർഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്ന അറൗണ്ട് 25,000 ആണ്. ഇത് നിങ്ങൾക്ക് ഇതിലും കുറവായിരുന്നു. ഇപ്പോൾ സിലിക്കോൺ ഷോർട്ടേജ് ഒക്കെ ഉള്ള കാരണം കൂടിയതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 1 TBയുടെ ഹാർഡ് ഡിസ്ക്കും പിന്നെ ഒരു 240GBയുടെ SATA SSD ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡ് ഡിസ്ക് മാത്രമായിട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് SSD കൂടി ആഡ് ചെയ്യാം. SSD ഒരു 500GBക്കും കിട്ടും. പക്ഷേ പ്രൈസ് തന്നെ കൂടുതലാണ്. പക്ഷേ കുറേ ദിവസം നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ SSD ആയിരിക്കും. ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ഫെയിലിയർ ആവാൻ കുറേ ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ Seagateൻ്റെ ഹാർഡ് ഡിസ്ക് 1 TBയുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതിൽ 64 MB ക്യാഷ് മെമ്മറി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് SSD മേടിക്കുകയാണെങ്കിൽ PNYയുടെ C6900 240GBയുടെ SSD മേടിക്കാം. നിങ്ങൾക്ക് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SSDയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളുടെ ഫയൽസ് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാം. ഇതിന് യൂസ് ചെയ്യേണ്ട SMBS എന്ന് വെച്ചാൽ നിങ്ങളൊരു 450 വാട്ട്സിൻ്റെ ബ്രോൺസ് സർട്ടിഫൈഡ് SMBS ഇല്ലെങ്കിൽ അതിനേക്കാൾ നല്ല SMBS ആയാലും മതി. അപ്പോൾ നിങ്ങൾ ക്യാബിനറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ കുറേ ഫാൻസുള്ള മേടിക്കില്ല. നമ്മുടെ മദർ ബോർഡിൽ 1-2 ഫാൻസ് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 6GB ഒക്കെ കുറേ മേടിച്ചാൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കേസ് വേണമെങ്കിൽ നിങ്ങൾ 2,000 to 3,000 ഉള്ള ഒരു സിംഗിൾ ഫാനുള്ള കേസ് മേടിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ ബെഞ്ച് മാർക്സ് ആണ്. ബെഞ്ച് മാർക്സ് എന്ന് വെച്ചാൽ GTA 5 ആദ്യം നോക്കാം. GTA 5 നിങ്ങൾക്ക് വെരി ഹൈ അൾട്രാ സെറ്റിങ്സ് നിങ്ങൾക്ക് 100 FPS കിട്ടും. ആവറേജ് ആയിട്ട് 100 FPS കിട്ടും. പിന്നെ നിങ്ങൾ ലോ ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് 120 160 ആ റേഞ്ചിൽ കിട്ടും. നിങ്ങൾക്ക് സ്ട്രീം ചെയ്യുമ്പോൾ ഒരു 20 FPS കുറയും. അപ്പോൾ കേസ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ RDR നിങ്ങൾക്ക് മീഡിയം സെറ്റിങ്സിലേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 60 FPS കൺഫേം ആണ്. കാരണം നിങ്ങൾക്ക് RDR മോസ്റ്റ് നമ്മുടെ ലേറ്റസ്റ്റ് വന്ന ഗ്രാഫിക്സ് കാർഡ്സിന് പോലും അൾട്രാ സെറ്റിങ്സ് കളിക്കാൻ പറ്റില്ല. നിങ്ങൾ RDR കളിക്കുകയാണെങ്കിൽ മീഡിയം സെറ്റിങ്സിൽ സുഖമായിട്ട് 60 FPS കിട്ടും. സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 കിട്ടും. സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സെറ്റിങ്സൊക്കെ ട്വീക്ക് ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾക്ക് 60 FPS സ്ട്രീം ചെയ്യുമ്പോഴും കിട്ടും. അപ്പോൾ ഈ കാർഡ് അത്യാവശ്യം മോശമില്ലാത്ത കാർഡാണ്. നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഗെയിംസും മീഡിയം ടു ഹൈ സെറ്റിങ്സിലിട്ട് സുഖമായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Grew up a little too fast. I miss the days that we chill and relax. Where did the time go? It all passed. Now I need to go back. I had no worries but always had plans. Only thing I did was pick out the trash. Now it's much harder to laugh. Hard to get up and then work on my craft. Yeah. I need inspiration. Don't need no validation. No more medication. Just try some meditation.